ഈ മെഷീത്തിൽ 16 mm, 19 mm, 20 mm, 25 mm ആ പ്രൊഡ്യൂസ് ചെയ്യാം. ഓൺലി നമ്മൾ ഈ മോൾഡ് മാറ്റി വെച്ചാൽ മതി. ഇത് കൺസ്ട്രക്ഷനിൽ എക്കാലത്തും ഡിമാൻഡുള്ള ഐറ്റമാണ്. നമ്മൾ ഈ മെഷീനാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിൽ വേറെ ആരും ഉണ്ടാക്കുന്നില്ല നിലവിൽ. ഈ മെഷീനിൽ ഒരു അൺസ്കിൽഡ് ലേഡി ലേബർ കൊണ്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു 1 or 2 days ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് ചെയ്യും. ഇത് ഒരു മാസം കറണ്ട് ചാർജ് ഒക്കെ കഴിച്ചിട്ട് നിങ്ങളെ നെറ്റ് പ്രോഫിറ്റ് എത്രയുണ്ട്? അതായത് നമുക്ക് ഒരു പീസ് മുതൽ മിനിമം നമുക്കൊരു 1 rupees നെറ്റ് മാർജിൻ കിട്ടും. അതായത് ഒരു മണിക്കൂറിൽ 350 അടിക്കുമെന്നല്ലേ പറഞ്ഞത്? 350. അത് 2 ക്യാവിറ്റിയുടെ മോൾഡാണ് ഈ 350. 3 ക്യാവിറ്റിയുടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ 3 ക്യാവിറ്റി എന്നുണ്ടെങ്കിൽ ഒരു 450 പീസ് 500 പീസ് വരെ എടുക്കാം. അതായത് ഒരു പെർ ഡേ ആണെങ്കിൽ ഒരു 3000, 2500, 3000 രൂപ. 3000 ഈസി ആയിട്ട് എടുക്കാം. ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. അതായത് കറണ്ട് ചാർജ് മറ്റേ എക്സ്പെൻസ് ഒക്കെ കഴിച്ചിട്ട് ഒരു 3000 രൂപ പെർ ഡേ നമുക്ക് നെറ്റ് സേവ് ചെയ്യാം. നമസ്കാരം, ഞാനൊരു വണ്ടിനകത്താണ് ഇരിക്കുന്നത്. ഞാനിന്ന് എൻ്റെ സ്വന്തം നാട്ടിലാണ് കേട്ടോ. 3 പീടികയിലാണ്. 3 പീടികയിൽ ഇവിടെ ഒരു ചെറിയൊരു സംരംഭമുണ്ട്, ഒരു ചെറിയ ബിസിനസ്. ചെറിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നോട്ടായിട്ട് വരണം, ആർക്ക് വേണമെങ്കിലും സ്വയം തൊഴിലായിട്ട് ചെയ്യാവുന്ന ഒരു ചെറിയ ബിസിനസ്സാണ്. പക്ഷെ എല്ലാവർക്കും ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളെ പൈപ്പിൻ്റെ ബെൻഡില്ലേ കേട്ടോ, ഈ ബെൻഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണത്. ബെൻഡ് ഉണ്ടാക്കുന്ന കമ്പനി എന്ന് പറയുമ്പോൾ ഈ ബെൻഡ് അല്ല ഇവർ കൂടുതൽ വെക്കുന്നത്, മെഷീനാണ് വെക്കുന്നത്, ഈ ബെൻഡ് ഉണ്ടാക്കുന്ന മെഷീൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ കാണുന്നത്. വീട്ടിലൊരു സിംഗിൾ ഫേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തുടങ്ങാവുന്ന ഒരു ചെറുകിട സംരംഭമാണ് ഈ ബിസിനസ്. ലാഭമുണ്ട്, നല്ല ലാഭമാണ് പുള്ളി പറഞ്ഞു കേട്ടിട്ട്. ചേട്ടൻ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതും കൂടെ വെച്ചോട്ടെ, ഞാനൊന്ന് ചേട്ടനെ ഫോക്കസ് ചെയ്തിട്ടെടുക്കാം. അതെ, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മണിലാൽ. അതെ, ചേട്ടൻ്റെ കയ്യിൽ മൊത്തം ഇതാണ് കേട്ടോ. ഇത് എത്ര എണ്ണം വെച്ചിട്ട് അടിക്കുന്നുണ്ട് ഒരു ദിവസം? ഒരു ദിവസം ഇതൊരു മണിക്കൂറിൽ നമ്മളുടെ മെഷീൻ തുമ്മിൽ ഒരു 300 to 350 per hour ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്ന അതിനനുസരിച്ച് ഡിമാൻഡിനനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. കറണ്ട് ചാർജ് ഇത് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യാവുന്ന മെഷീനാണ്. അപ്പോൾ പെർ പീസ് ആവറേജ് ഞാനിപ്പോൾ പ്രൊഡക്ഷന് വെച്ച് നോക്കുമ്പോൾ ഒരു 4 പൈസ 5 പൈസ ഒരു പീസിന് കറണ്ട് ചാർജ് വരും. അതായത് കൂടുതൽ അടിക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി കുറയും. പക്ഷെ അല്ലെങ്കിൽ ഒരു മാസം ഒരു 50,000 ഒക്കെ അടിക്കുകയാണെങ്കിൽ ഒരു 4 പൈസ 5 പൈസ ഒക്കെ ആണ്. ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മൾ അടിച്ചു വരുമ്പോൾ ഏകദേശം ഈ ഒരു പീസും 1 രൂപ വെച്ച് ലാഭമുണ്ടെന്ന് പറയുന്നത്. അപ്പം അതായത് നമ്മളൊരു 400 എണ്ണം ഒക്കെ ഒരു മണിക്കൂർ, ഒരു ദിവസം ഏകദേശം ഒരു 3000 എണ്ണം അടിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇപ്പൊ 3000 രൂപ അല്ലേ? 3000 രൂപ അതിൽ കൂടുതലുണ്ട്. അതിൽ കൂടുതൽ അടിക്കാം. ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാം. അപ്പൊ അതാണ് ഒരു ആവറേജ് കണക്ക്. ഞാനൊരു 8 മണിക്കൂർ 9 മണിക്കൂർ വർക്കിംഗ് അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 2 ഷിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അടിക്കാം. അപ്പൊ ഇതാണ് ഈ ചേട്ടന്റെ സംരംഭം കേട്ടോ. ഇതിന്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയല്ലേ, നമ്മളെ PVC പൈപ്പില്ലേ, ഇത് കട്ട് ചെയ്യും. ഇത് എത്ര ഇതിൽ കട്ട് ചെയ്യും? എത്ര? അത് നോർമലി ഒരു 3 മീറ്ററിന്റെ പൈപ്പിൽ 19 പീസാണ് എടുക്കുക. അത് 18 എടുക്കുന്നവരുണ്ട്, 19 എടുക്കുന്നവരുണ്ട്, 17 എടുക്കുന്നവരുണ്ട്. നോർമലി ഏറ്റവും മാർക്കറ്റിൽ കൂടുതൽ പോകുന്നു ഇപ്പൊ കേരള മാർക്കറ്റിൽ 19 എണ്ണമാണ് 3 മീറ്റർ. അതായത് ഒരു 6 ഇഞ്ച് 15.5 സെന്റിമീറ്റർ വരും. അപ്പൊ അത് കട്ടിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം ഈ മെഷീനിൽ. ഇതിപ്പോൾ സാധാരണ 19 പീസിന്റെ ലെങ്ത് ആണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കട്ടിംഗ് മെഷീൻ അടക്കം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഈ കട്ടിംഗ് മെഷീൻ കസ്റ്റമർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ ഓട്ടോമാറ്റിക് കട്ടിംഗ് മെഷീനും ഉണ്ട്, ഇതേപോലത്തെ കട്ടിങ്ങും ഉണ്ട്. ഇതേപോലത്തെ കട്ടിങ് ആണെങ്കിൽ സിമ്പിളാണ്. ഇത് വേഗം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോ കട്ട് ചെയ്തിരിക്കുന്നത് 15.5 സെന്റിമീറ്റർ. അതായത് നമ്മളിപ്പോ ബെൻഡ് വളക്കുമ്പോ അതാണ് അളവ് അല്ലേ? അത് 19 എടുക്കുന്നുണ്ടെങ്കിൽ ഈ അളവാണ്. അപ്പൊ കറക്റ്റ് നമുക്ക് 3 മീറ്ററിൽ 19 പീസ് കിട്ടും. 18 എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ കൂടുതൽ വരും. അപ്പൊ ഒരു 165 അറൗണ്ട് വരും. ഇതെടുത്തിട്ട് നമ്മൾ ഇനി ബെൻഡ് ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് വരികയാണ്. ഇതാണ് നിങ്ങളെ മെയിൻ മെഷീൻ അല്ലേ? ഇത് നമ്മളുടെ ഹീറ്റിംഗ് യൂണിറ്റ് ആണ്.
ഹീറ്റിങ് ഇതിന് നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യും. ഈ മെഷീൻ തമ്മിൽ ഇതാണ് അതിൻ്റെ ടെമ്പറേച്ചർ. 2 കൺട്രോളർ ഉണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ തനിയെ കട്ട് ഓഫ് ആയിക്കോളും. അതിൻ്റെ അകത്തോട്ട് വെക്കുകയാണല്ലേ? അതെ, അത് ആദ്യം ഇവിടെ നിന്ന് ഒരു 5-8 എണ്ണം ഇങ്ങനെ വെക്കുക. 8 എണ്ണം വരെ വെക്കാൻ പറ്റും? അല്ല, അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 10-25 എണ്ണം വെക്കാം. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് ഒരു 5-8 എണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വെക്കാൻ സുഖമായിരിക്കും മറ്റേ സൈഡിൽ. അതെ അതെ, അല്ലെങ്കിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല. ഇത് ഫസ്റ്റ് ടൈമിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വെക്കേണ്ട ആവശ്യം. പിന്നെ ഇവിടെ അപ്പോൾ ഒരു സമയത്ത് എത്ര എണ്ണം വെച്ച് വെക്കാൻ പറ്റും ഇതിൽ ടോട്ടല്? അതായത് ആദ്യമായിട്ട് നമ്മൾ വെക്കുമ്പോൾ ഒരു 25 എണ്ണം വെക്കാം. പിന്നെ അവിടെ അടിക്കണതിനനുസരിച്ച് നമുക്ക് വെച്ചു കൊടുക്കാം. നമ്മൾ കേരളത്തിൽ കൂടുതൽ ഡിമാൻഡ് ബ്ലാക്ക് ആണെന്നോ അല്ലേ? കേരളത്തിൽ ഡിമാൻഡ് ബ്ലാക്കിനാണ്. ഈ ഐവറിയും പോകും, ഐവറി കളർ പോകും. പക്ഷെ ഐവറി കളർ വളരെ റയർലി പോകാറുള്ളൂ. കേരളത്തിനകത്ത് ബ്ലാക്കാണ്. വയറിംഗ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ബ്ലാക്ക് പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഒന്നുമില്ല, പക്ഷെ പണ്ട് മുതലേ അങ്ങനെയാണ്. ഇതിന്റെ അച്ചാണല്ലേ? ഇതിന്റെ മോൾഡാണിത്. ഇതിലിങ്ങനെ കർവ് ചെയ്ത് വരാം. അതെ അതെ, മോൾഡ് 90 ഡിഗ്രിയിൽ മോൾഡ്. എന്നിട്ട് ഇത് രണ്ടും ഈ സോക്കറ്റ് ഉണ്ടായി. മോൾഡ് ക്ലോസ് ആയിട്ട് 2 സൈഡിൽ നിന്നും സോക്കറ്റിങ് വന്നിട്ട് ഇപ്പോൾ അടിക്കുമ്പോൾ കാണിച്ചു തന്നത്. ചൂടായിട്ടില്ല. ആദ്യം കുറച്ചിങ്ങനെ ചൂടാകുന്നവരെ ഇങ്ങനെ എടുത്ത് വെക്കണം. ഫസ്റ്റ് ടൈം മാത്രം അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അത് കണ്ടിന്യൂസ് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും ഇവിടെ നിന്ന് എടുക്കുന്നതിനനുസരിച്ച്. ഇത് ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വിരൽ വെച്ച് അമർത്തി കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി ഇങ്ങനെ അമങ്ങിപ്പോകും. സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ട. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ച് ഇനി ഇത് അടിക്കാം. സോഫ്റ്റ് ആവുന്നത് ഇതിലോട്ടെടുത്ത് വെക്കും. എന്നിട്ട് ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈമറാണിത്. അത് ഇപ്പോൾ ഒരു 10 സെക്കൻഡിലാണ് വെച്ചിരിക്കുന്നത്. 10 സെക്കൻഡിൽ ബെൻഡായി. കണ്ട, ഇതാണ് ബെൻഡ്. ഇനിയിപ്പോൾ ഇത് വെള്ളത്തിലിട്ടാൽ മതി. ശരി ശരി. ഇതാണ് പ്രോസസ്. ഈ മെഷീത്തിൽ 16 mm, 19 mm, 20 mm, 25 mm ആ പ്രൊഡ്യൂസ് ചെയ്യാം. ഓൺലി നമ്മൾ ഈ മോൾഡ് മാറ്റി വെച്ചാൽ മതി. മോൾഡും കപ്ലിംഗ് ഡൈ അതിനനുസരിച്ച് മാറ്റിയാൽ മതി. അതൊരു 15 മിനിറ്റിന്റെ ടൈമിംഗ് എടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആ വെയിറ്റ് ഉള്ള സെന്ററിൽ വന്നിട്ടൊന്ന് വളച്ചിട്ട് മറ്റേത് എയർ കൊടുത്ത് അതെ അതെ. അത് ഇവിടെ വല്ല ചുളുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വളയുമ്പോൾ ചുളുക്ക് വരാതിരിക്കാനാണ് അകത്ത് എയർ കൊടുക്കുന്നത്. ഈ സാധനം എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് മെഷീൻ നമ്മള് ബെൻഡ് എല്ലാ സ്ഥലത്തും ആവശ്യം വരണം. കൺസ്ട്രക്ഷനിൽ എല്ലാ ബിൽഡിങ്ങിലും നമ്മൾ ആവശ്യം. ഇലക്ട്രിക്കൽ വയറിങ് എവിടെ ഉണ്ടോ അവിടെ ഇതില്ലാതെ നടക്കില്ല. ഈ ബെൻഡ് സാധാരണ നിങ്ങൾ കൊടുക്കുന്ന ഇലക്ട്രിക് കടകളിലോട്ട് കൊടുക്കുന്നത് അല്ല, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് കൊടുക്കുന്നത്. നമുക്ക് കടകളിൽ കൊടുത്തിട്ട് അതിന്റെ കളക്ഷനും ഡിസ്ട്രിബ്യൂട്ടർ ഈ മെഷീനിൽ ഒരു അൺസ്കിൽഡ് ലേഡി ലേബർ കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു 1 or 2 days ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഈസി ആയിട്ട് ചെയ്യും. ഇത് ആർക്കും ചെയ്യാം. അതായത് ലേഡി ലേബറിന് ഉദ്ദേശിച്ച വീട്ടിലാണെങ്കിലും സ്വയം ആർക്കും ചെയ്യാം. അപ്പൊ ഒരു കുടുംബത്തിലാണെങ്കിൽ എല്ലാവർക്കും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ മെഷീന് നിങ്ങൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യും? ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കമ്മീഷൻ ചെയ്ത് കൊടുക്കും. പിന്നെ അതിൽ വരുന്ന എന്തെങ്കിലും കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോർമലി അങ്ങനെ കംപ്ലൈന്റ് ഒന്നും അങ്ങനെ നോട്ടിഫൈ ചെയ്തില്ല. ഇൻ കേസ് ഒരു സാധാ ഇലക്ട്രീഷ്യൻ ഉണ്ടല്ലോ, അയാൾ നമുക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുത്താൽ ചെയ്യാവുന്ന കാര്യങ്ങളെ. കട്ടിംഗ് മെഷീനാണ് ഇത്. ഓട്ടോമാറ്റിക് കട്ടിംഗ് മെഷീനാണ്. പൈപ്പ് കട്ട് ചെയ്യുന്നത്. അതെ, ഇതിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 പൈപ്പ് വെച്ച് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെങ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്തിട്ട്
വീണ്ടും ക്ലാമ്പ് പിടിക്കും, ഇവിടെ വന്ന് ചെയ്യും, പിന്നെ ക്ലാമ്പ് കട്ടാവും. അങ്ങനെ അത് 3 മീറ്ററിന് പൈപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ചെയ്യും. അതെ അതെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെങ്ത്ത് അതിൽ കട്ടായിക്കോളും. അതായത് ഒരു 6 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെ അതിൻ്റെ ഇടയിൽ ഏത് ലെങ്ത്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടിംഗ് മെഷീൻ ഏതെങ്കിലും പാർട്ടി ഓട്ടോമാറ്റിക് വേണമെന്ന് പറഞ്ഞാൽ അതും ചെയ്തു. അതല്ലെങ്കിൽ അതുപോലത്തെ അലുമിനിയം ചോപ്സ് മേടിച്ചിങ്ങോട്ട് കട്ട് ചെയ്യാവുന്ന 4 പൈപ്പ് വെച്ച് കട്ട് ചെയ്യിച്ചു. ഈ മെഷീൻ നമ്മളുടെ വർക്ക് ചെയ്യുന്നത് ന്യൂമാറ്റിക് ആണ്, എയർമലാണ്. അപ്പൊ അതിനൊരു കംപ്രസർ വേണം, സിംഗിൾ ഫേസ് കംപ്രസറാണ്, എയർമലാണ് ഇത് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ കൊടുക്കുമ്പോ കംപ്രസർ അടക്കമാണ് കംപ്രസർ കസ്റ്റമർ വേണമെന്ന് പറഞ്ഞാൽ കംപ്രസർ കൂടി നമ്മൾ അതല്ലാതെ സിംഗിൾ ഫേസിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അതെ അതെ, അതായത് കംപ്രസർ പാർട്ടിക്ക് പുറത്തുനിന്ന് മേടിക്കാം, ഏത് ആരുടേന്നാണെങ്കിലും. അപ്പൊ അവിടെ നിന്ന് മേടിച്ചിട്ട് അത് കംപ്രസർ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മെഷീൻ എങ്ങനെ കോസ്റ്റ്, എത്ര വില വരുന്നത്? മെഷീൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബെൻഡടിക്കുന്ന മെഷീൻ 1,75,000 വരും, ഇൻക്ലൂഡിങ് 1 മോൾഡ്. അതായത് ഏതെങ്കിലും ഒരു മോൾഡ്. ഇപ്പൊ നോർമലി കസ്റ്റമർ 20 mm ആണ് വാങ്ങാറ്, കാരണം അതിനാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പൊ 20 mm 2 ക്യാവിറ്റിയുടെ മോൾഡ്, അതായത് അറ്റ് എ ടൈം 2 എണ്ണം വെച്ചടിക്കാവുന്നത്. ആ മോൾഡാണ് നമ്മൾ മെഷീൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് 1,75,000 ബെൻഡടിക്കുന്ന മെഷീൻ, ഹീറ്റിംഗ് യൂണിറ്റ് അത് കൊടുക്കും. കട്ടിംഗ് മെഷീൻ കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ. കട്ടിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അതിന്റെ കോസ്റ്റ് വരും. അതല്ല ഈ അലുമിനിയം ചോപ്സ് വെച്ച് കട്ട് ചെയ്യാൻ, ഈ മെഷീൻ മാത്രമാണെങ്കിൽ 1,75,000. അപ്പൊ ഇത് ഈ മെഷീൻ കേട്ടോ, ഈ മെഷീനും ഇതിന്റെ ഹീറ്റിംഗ് യൂണിറ്റും ഇതാണ് പുള്ളി പറഞ്ഞത്, 1,75,000 രൂപ. പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 350 പീസ് നിങ്ങൾ അടിച്ച് കാണിച്ചോളൂ, മണിക്കൂറിൽ അടിച്ച് കാണിച്ചോളൂ. പിന്നെ അപ്പോൾ വേറെ കാര്യം ചോദിച്ചിട്ടെ, ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു 6 മാസം 8 മാസം കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്ഷൻ തന്നെ കിട്ടുമോ നമുക്ക്? കിട്ടും. അതെ, ഒന്നും സംഭവിക്കുന്നില്ല. ഇല്ല, അതിന്റെ സ്പീഡ് കുറയുക അങ്ങനെയൊന്നും. ഇൻ കേസ് തിക്നെസ് കൂടിയ പൈപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 25 പീസ് 30 പീസ് കുറയും. കാരണം തിക്നെസ് കൂടിയ പൈപ്പിന് ഇത്തിരി ഹീറ്റിംഗ് ടൈം കൂടുതലെടുക്കും, തണുക്കാനും ഇത്തിരി ടൈം എടുക്കും. അത് കനം കുറഞ്ഞ പൈപ്പ് ഒരു മീഡിയം ഡ്യൂട്ടി പൈപ്പാണെന്നുണ്ടെങ്കിൽ 300 to 350 പൈപ്പ് ഗ്യാരണ്ടി. അത് നമ്മൾ കാണിച്ചു കൊടുക്കും കസ്റ്റമർക്ക് ആരായാലും. അത് എബവ് അടിക്കാം, പക്ഷെ നമ്മളത് 350 പറയുന്നുള്ളൂ, കാരണം അത് നമ്മൾ കാണിച്ചു കൊടുക്കും കണ്ടിന്യൂസ് ആയി. ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. KMR എഞ്ചിനീയറിംഗ്, തൃശ്ശൂർ ജില്ലയിൽ 3 വീടിയ ബീച്ച് റോഡാണ്. അതായത് ഇവിടെ ഒരു എലഗൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ. ഈ ഓഡിറ്റോറിയത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവരെ എഞ്ചിനീയറിംഗ് വർക്കൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്പർ ഒന്ന് പറഞ്ഞേക്ക്. 8086478691. പിന്നെ വേറൊരു നമ്പർ കൂടി ഉണ്ട്, 9895165049. ഇപ്പോൾ ഈ നമ്പറിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കസ്റ്റമർക്ക് 7 days 24 hours നമ്മൾ സപ്പോർട്ട് കൊടുക്കും. അതെ, സപ്പോർട്ട് ചെയ്യും. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ ഈ മെഷീൻ എടുത്ത് ഇത് പ്രൊഡക്ഷൻ തുടങ്ങി. അപ്പോൾ ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്? അവരിത് എവിടെ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് സഹായിക്കാൻ പറ്റുമോ? മാർക്കറ്റിങ്ങിൽ നമ്മൾ ഒരുപാട് പേരൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുവിധപ്പെട്ട ആൾക്കാർ ഇത് ഇലക്ട്രിക് കടയിലാണ് ഇത് കൊടുക്കുന്നത്, വയറിംഗ് പൈപ്പ് വിൽക്കുന്ന, ഇലക്ട്രിക് ഐറ്റംസ് വിൽക്കുന്ന. അപ്പോൾ ഏതൊരു ബിൽഡിങ്ങിനും ഫസ്റ്റ് വയറിംഗ് ആവശ്യം വരുന്നത് PVC പൈപ്പാണ്. ആ PVC പൈപ്പ് ഇടുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫിറ്റിങ്സ് ആവശ്യമുണ്ട്. ഫിറ്റിങ്സിൽ മാക്സിമം ആവശ്യം വരുന്നത് ബെൻഡാണ്. അപ്പോൾ ഇത് എല്ലാ കാലത്തും ഡിമാൻഡുള്ള ഐറ്റമാണ് എല്ലായിടത്തും. ഇൻ കേസ് ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും അതും കൊടുക്കും നിങ്ങൾ? നമ്മളാലാവുന്ന ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ. ഈ മെഷീൻ എപ്പോഴും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണം? അത് നേരത്തെ ഇപ്പം നിലവിൽ ഒരു മെഷീൻ ഉണ്ട്, പക്ഷേ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 40 days. 40 ദിവസത്തിനകത്ത് നിങ്ങൾ റെഡി ആയി കൊടുക്കും. ശരി, ഡെലിവറി ചെയ്യും. അപ്പോൾ ഓക്കെ, ശരി, താങ്ക് യു ചേട്ടാ.